ഇസ്ലാമിനെതിരെ ശബ്ദിക്കുന്ന തലയില്ലാത്തവർ ചെയ്തു കൂട്ടുന്ന ഒരുപാട് തമ്മാടിത്തരം. അങ്ങനെ തമ്മാടിത്തരം ചെയ്യുന്ന ആളുകളാണ് ഇസ്ലാമിന് എതിരെ ശബ്ദിക്കുന്നത്. എന്തുകൊണ്ടാണ് അവർ ശബ്ദിക്കുന്നത്? ഉള്ളിലുള്ള പേടി കൊണ്ട്. എന്താണ് അവരുടെ പേടി? അവരു തന്നെ ഒരു മുസ്ലിമായി മാറിപ്പോകുമോ, അല്ലെങ്കിൽ അവരുടെ വേണ്ടപ്പെട്ട ആരെങ്കിലും ഒരു മുസ്ലിമായി മാറിപ്പോകുമോ എന്നുള്ളതാണ് പേടി. ആ പേടി അവരെ ഇസ്ലാമിനെതിരെ കുരക്കുന്ന ഒരുപാട് പട്ടികളെ വളർത്താനുള്ള പരിശ്രമങ്ങൾക്ക്, ചിന്തകൾക്ക്, പ്രവർത്തനങ്ങൾക്ക് ഉറക്കില്ലാത്ത രാത്രികളാക്കി അവരെ മാറ്റിയിരിക്കുകയാണ്. ഇസ്ലാം മതം പ്രചരിപ്പിക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ ആരാണ് പ്രവർത്തിക്കുന്നത്? പ്രവർത്തിക്കാതെ തന്നെ എത്രയോ ആളുകൾ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞു, വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പിന്നിൽ ഒരു മനുഷ്യൻ്റെ പ്രവർത്തനമാണെങ്കിൽ 1400 ചില്ലാണം വർഷങ്ങൾക്ക് മുമ്പ് ലോകത്ത് ജീവിച്ച് ലോകത്തോട് വിട പറഞ്ഞ ആളിൻ്റെ ഒരു ശക്തിയാണെങ്കിൽ അതിന്നും പടർന്ന് പന്തളിക്കുമോ എന്നാലോചിച്ച് നോക്കി. അപ്പോൾ ലോകം പടച്ച, ലോകം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ശക്തിയുടെ ആ നിയമങ്ങൾ ലോകത്ത് നടപ്പിലാക്കാൻ ആ ശക്തി തന്നെ അയച്ച ദൂതന്മാരെന്നറിയപ്പെടുന്ന ആളുകളിൽ അവസാനത്തെ ആളാണ് വന്നുപോയത് എന്നുള്ളതും, ഇനി മറ്റൊരു ദൂതൻ നിങ്ങൾക്ക് വരാനില്ല എന്ന് പറഞ്ഞു വെച്ചു പോയതും എല്ലാം ഇതിൻ്റെ തെളിവാണ്. പഠിക്കുന്ന ആളുകൾക്ക്, മനസ്സിലാക്കുന്ന ബോധമുള്ള ആളുകൾക്ക് ഇതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരാൻ മറ്റൊരു ഉദാഹരണത്തിൻ്റെ ആവശ്യമില്ല. കണ്ണു തുറന്നൊന്ന് നോക്കിയിട്ട് എന്താണ് ഇസ്ലാം എന്നൊന്ന് പഠിക്കാൻ, മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അത്ഭുതങ്ങളിൽ അത്ഭുതം, ലോകത്തുള്ള കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ എല്ലാ നിയമങ്ങളെക്കുറിച്ചും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞു പോയ, ലോകം നിർമ്മിച്ച് പരിപാലിക്കുന്ന ലോകത്തിൻ്റെ ആ ദൈവം എന്ന് വിളിക്കുന്ന ശക്തി, ആ ശക്തിയുടെ എല്ലാ മേഖലകളിലുമുള്ള പരിഹാരങ്ങൾ, ആ ഒരു ശക്തി തന്നെ ഏതു നിലയ്ക്ക് മനുഷ്യർ ജീവിക്കണം എന്ന് പഠിപ്പിച്ചു തന്നു. മറ്റുള്ള ജീവികൾക്കൊക്കെ അത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് മറ്റുള്ള ജീവികളൊന്നും മനുഷ്യനെ പോലെ വിപ്ലവങ്ങൾ കാണിക്കുന്നില്ല ലോകത്ത്? മനുഷ്യന് വേണ്ടി പഠിച്ചതാണ് എന്ന് പ്രത്യേകം പറയുന്നുണ്ടല്ലോ. നമ്മൾ കാണുന്നില്ലേ, എലക്ഷൻ നടന്നില്ലേ? എന്തുകൊണ്ട് മറ്റുള്ള ജീവികൾക്ക് എലക്ഷൻ ഇല്ല? ഇല്ല, മറ്റുള്ള ജീവികൾക്ക് ഇതുപോലുള്ള ഒരുപാട് വാഹന സൗകര്യങ്ങൾ നിർമ്മിക്കുക, കെട്ടിടങ്ങൾ നിർമ്മിക്കുക, അതിൻ്റെ പല പ്രവർത്തനങ്ങളൊക്കെ മറ്റു ജീവികളിൽ എന്തുകൊണ്ട് കാണുന്നില്ല? ഈ ദൈവമില്ല എന്ന് പറയുന്ന മന്ദബുദ്ധികൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? അവിടെ ഇതാണ്, ഇവിടെ ഇതാണ്, ഇവിടെ ബോംബ് പൊട്ടി, ആളെ കൊന്നു, ഇവിടെ ഇങ്ങനെ ആക്കി. ലോകത്ത് ബോംബ് പൊട്ടിച്ച ആളുകളൊക്കെ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ അത് ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും എതിരെ പ്രവർത്തിച്ച ആളുകളാണ്. ഇസ്ലാമിന് അങ്ങനെ ഒരു തോക്കും ബോംബും പാടൊന്നുമില്ല. ഇസ്ലാമിൽ നടന്ന യുദ്ധങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ എത്രയോ മാസം ബഹിഷ്കരിച്ച് പട്ടിണി കിടത്തി കൊല്ലാനുള്ള എല്ലാ, ഉന്മൂലനം ചെയ്യാനുള്ള എല്ലാ അവസ്ഥകളിലും പ്രതിരോധിച്ച അവസാന ഘട്ടത്തിൽ പ്രതിരോധിച്ചു. നിങ്ങളെ വീട്ടിൽ വന്നിട്ട് നിങ്ങളെ ഒരാൾ വന്നിട്ട് ഇടങ്ങാറാക്കി, എല്ലാ ദിവസവും ഇങ്ങനെ ഇടങ്ങാറാക്കും, നിങ്ങളാരും ഒന്നും പ്രതിരോധിക്കില്ല. നിങ്ങളെ വീട്ടിൽ താമസിക്കാനും ജീവിക്കാനും നിങ്ങൾ അനുവദിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ ഒക്കെ എന്ന് പറഞ്ഞിട്ട് പോവോ?
അങ്ങനെയുള്ള പ്രതിരോധം. അതും നിങ്ങളോട് യുദ്ധത്തിന് വന്ന ആളുകളോടാണ് പ്രതികരിക്കാൻ പറഞ്ഞത്. കാണുന്ന ആളുകളൊക്കെ പോയിട്ട് ആക്രമിക്കലല്ല, യുദ്ധത്തിന് ഇങ്ങോട്ട് തയ്യാറായിട്ട് വന്ന ആളുകളോട് അങ്ങോട്ട് യുദ്ധം ചെയ്യുക. ആ യുദ്ധം തന്നെ സ്ത്രീകളെ ഒന്നും ചെയ്യാൻ പാടില്ല, കുട്ടികളെ നല്ല രീതിയിൽ മാന്യമായി പെരുമാറണം, അങ്ങനെയൊക്കെ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന യുദ്ധ നിയമങ്ങളടക്കം പഠിക്കാനുണ്ട്. അതുകൊണ്ട് കുരയ്ക്കുന്ന ആളുകൾ കുരച്ചുകൊണ്ട് ചത്തുപോയി, അങ്ങനെ വീണ്ടും ഒരുപാട് ആളുകൾ കുരക്കുമെന്നല്ലാതെ കുരച്ച ഒച്ച ആ കുരച്ച ചുറ്റുവട്ടത്ത് മാത്രം പിന്നീട് അതങ്ങ് അസ്തമിച്ചു പോകും. അതുകൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ള വാക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്, ലോകം മുഴുവൻ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരേ ഒരു വാക്ക്, അത് ലോകാവസാനം വരെ ഉണ്ടാകുമെന്നുള്ളതിൽ അത് ലോകം നിർമ്മിച്ച് പരിപാലിക്കുന്ന ആളിൻ്റെ തീരുമാനമാണ്. കേവലം സൃഷ്ടിയായിട്ടുള്ള വെറും ചെറിയൊരു തലച്ചോറ് വെച്ച് നടക്കുന്ന ഒരാൾക്കും അത് മാറ്റാൻ പറ്റില്ല. അതിനുവേണ്ടി നീക്കിവെച്ച തലച്ചോറിൻ്റെ ആ ഒരു വലിപ്പം മനസ്സിലാക്കുന്ന ബോധത്തോടു കൂടി ജീവിച്ചാൽ നല്ലത്. അസ്സലാമു അലൈക്കും.